നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിൽ യുദ്ധാന്തരീക്ഷം നിഴലിക്കുകയാണ്. നിലവിൽ സൗദി അറേബ്യയ്ക്ക് സാമ്പത്തിക വമ്പന്മാരിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാൻ, സൗദി അറേബ്യ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കനക്കുന്നതിനിടെ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ സൗദി അറേബ്യയെ ആക്രമിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. സൗദി ഇക്കാര്യം അമേരിക്കയെ അറിയിക്കുകയായിരുന്നു. ഇറാനിൽ നടക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് ആസൂത്രിത ആക്രമണങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്ത് യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ കനത്ത ജാഗ്രതയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളും തികച്ചും ജാഗ്രതയിലാണ്. കൂടാതെ സൗദി അറേബ്യക്കെതിരെയുള്ള ആക്രമണ വെല്ലുവിളിയിൽ ആശങ്കയുണ്ടെന്നും അധികൃതരുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയാണെന്നും വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥൻ അറിയിക്കുകയുണ്ടായി. എന്നാൽ സൗദിയിലെ US എംബസിയോ കോൺസുലേറ്റോ ആക്രമണം സംബന്ധിച്ച് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പ്രേരണ നൽകുന്നത് സൗദി അറേബ്യയും അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ ആരോപിച്ചിരുന്നു. രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇടപെടുന്നതിൽ സൗദി അറേബ്യയ്ക്ക് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരുന്നു. അതേസമയം 2019 സൗദി അറേബ്യയിൽ നടന്ന വലിയ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് അമേരിക്കയും സൗദിയും ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് ഇറാൻ നിഷേധിച്ചു. അതേസമയം അന്നത്തെ ആക്രമണത്തിന് ഉപയോഗിച്ച സമാന രീതിയിലുള്ള ഡ്രോണുകളാണ് റഷ്യൻ സേന യുക്രൈനെതിരെ പ്രയോഗിക്കുന്നത്. സമീപകാലങ്ങളായി ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരും സൗദിയെ ആക്രമിക്കുകയാണ്. ഇറാനിലെ സദാചാര പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ 22-കാരിയായ മക്സ അമിനി മരണപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് രാജ്യത്ത് നടക്കുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവരെ അടിച്ചമർത്തുന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് ബൈഡൻ അധികാരികൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. കൂടാതെ യുക്രൈൻ അധിനിവേശത്തിനായി റഷ്യയ്ക്ക് ഡ്രോണുകൾ നൽകുന്നതിനും അമേരിക്ക ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ആവശ്യമായ ഡ്രോൺ അടക്കമുള്ള യുദ്ധ സജ്ജീകരണങ്ങൾ നൽകിയത് ഇറാനായിരുന്നു. ഇതിനെ തുടർന്ന് ഇറാനുമായുള്ള ആണവ കരാർ പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങളടക്കം US അവസാനിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ റഷ്യൻ എണ്ണ വിപണിക്ക് പ്രഹരമേൽപ്പിക്കാൻ അമേരിക്കയുടെ അപേക്ഷ പ്രകാരം സൗദി അറേബ്യ എണ്ണോൽപാദനം വർദ്ധിപ്പിച്ചിരുന്നു. ഇറാൻ മധ്യപൗരസ്ത്യ മേഖലയിൽ ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിച്ച അമേരിക്കയും അറബ് ഗൾഫ് രാജ്യങ്ങളും പങ്കെടുത്ത ജിദ്ദ ഉച്ചകോടിയിലും തീരുമാനമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് US-മായി നയതന്ത്ര ബന്ധത്തിലുള്ള രാജ്യമായ സൗദിയെ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായുള്ള വിവരം പുറത്തുവരുന്നത്. അതേസമയം സെപ്റ്റംബർ 16 ശരിയായി ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് മതപോലീസ് ക്രൂരമായി മർദ്ദിച്ചു കൊന്ന 22-വയസ്സുകാരി മക്സ അമ്നിയുടെ മരണത്തിന് പിന്നാലെ രാജ്യത്തെ പൗരോഹിത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്ന പ്രതിഷേധങ്ങൾ 2ാം മാസത്തിലേക്ക് കടക്കുകയാണ്. ഇതിനാൽ ഈ പ്രതിസന്ധിയെ അടിച്ചമർത്താനാണ് ഇറാൻ അധികാരികൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ഏതാണ്ട് 1000 പേരോളം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ പരസ്യ വിചാരണ ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതിഷേധത്തിനിടെ നിരവധി സൈനികരും പോലീസുകാരും കൊല്ലപ്പെട്ടിരുന്നു. അതിന്റെ എത്രയോ ഇരട്ടി പ്രതിഷേധകരെയും പോലീസും സൈന്യവും വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു. എന്നാൽ സൈനികരെ വധിക്കുകയും പൊതുമുതൽ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത പ്രക്ഷോഭകരെ പരസ്യ വിചാരണ ചെയ്യുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചതായി തസ്നീം വാർത്താ ഏജൻസി അറിയിച്ചു. പ്രക്ഷോഭം 6 ആഴ്ച പിന്നിടുമ്പോഴാണ് പരസ്യ വിചാരണയുമായി സർക്കാർ രംഗത്തെത്തുന്നത്. പ്രക്ഷോഭം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, സർക്കാർ നടപടികളാണ് പ്രതിഷേധം ഇത്രയും രൂക്ഷമാക്കിയതെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനാണ് ഇറാൻ സൗദിയെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ.